വിശാഖം, അനിഴം, തൃക്കേട്ട, ഉത്രം, അത്തം, ചിത്തിര, അവിട്ടം, ചതയം, പൂരുരുട്ടാതി എന്നിങ്ങനെയുള്ള 9 നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികൾക്ക് ഈ ഒക്ടോബർ മാസം 31-ാം തീയതി വെള്ളിയാഴ്ച നിങ്ങളുടെ ജീവിതത്തിൽ വളരെ സുപ്രധാനമായ ചില കാര്യങ്ങൾ സംഭവിക്കുവാൻ പോകുന്ന ഒരു ദിവസമാണ്. മാത്രമല്ല, ഈ ഒക്ടോബർ മാസത്തിൻ്റെ തന്നെ അവസാന ദിവസമായ ഈ ഒരു ദിവസം ഈ 9 നക്ഷത്രക്കാരിലും സംഭവിക്കുവാൻ പോകുന്ന ചില കാര്യങ്ങൾ ഇപ്പോഴുള്ള നിങ്ങളുടെ മനസ്സിലെ ചില ചിന്തകളെയും നിങ്ങൾ മനസ്സിൽ കരുതി കൂട്ടി വച്ചിരുന്ന ചില കാര്യങ്ങളെയും തിരുത്തി കുറിക്കുന്നതായിരിക്കും. മാത്രമല്ല, ഇന്നത്തെ അധ്യായം കണ്ടുകൊണ്ടിരിക്കുന്ന ഈ നക്ഷത്രക്കാരിൽപ്പെട്ട ചില വ്യക്തികൾക്ക് ഈ ഒക്ടോബർ മാസത്തിൽ തന്നെ ജീവിതത്തിൽ ഇതുവരെ അനുഭവിക്കാത്ത തരത്തിലുള്ള ചില കഷ്ടതകൾ അനുഭവിക്കേണ്ടി വരികയും മറ്റു ചിലർക്കാണെങ്കിൽ ചില സന്തോഷം നിറഞ്ഞ കാര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും ഭൂരിഭാഗം വ്യക്തികൾക്കും ഇപ്പോഴും ജീവിതം ദുരിതത്തിൽ കൂടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈ ഒക്ടോബർ 31-ാം തീയതിയോടെ ഈ നക്ഷത്രക്കാരിലേക്ക് വന്നു ചേരുവാൻ പോകുന്ന മാറ്റങ്ങൾ നിരവധിയാണ്. അപ്രകാരം നോക്കുമ്പോൾ ഈ ഒക്ടോബർ 31-ാം തീയതി വെള്ളിയാഴ്ച ഈ 9 നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികളുടെ ജീവിതത്തിലും സംഭവിക്കുവാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളെ പറ്റിയും തന്നെ ഇന്നത്തെ അധ്യായത്തിലൂടെ നാം വിശദമായി പരാമർശിക്കുന്നുണ്ട്. എല്ലാവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ 9 നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികൾക്കും ഈ ഒരു സമയത്ത് വളരെ പ്രധാനപ്പെട്ട അനുഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടാവാൻ കാരണമാകുന്നത് നിങ്ങൾക്ക് ഗജകേസരി യോഗം സിദ്ധിക്കുന്നതിനാലാണ്. ഇതിൽ ഒന്നാമതായി ഈ ഒക്ടോബർ 31-ാം തീയതി വെള്ളിയാഴ്ച ഗജകേസരി യോഗം സിദ്ധിക്കുവാൻ പോകുന്ന രാശിക്കാരായി വരുന്നത് വിശാഖം, അനിഴം, തൃക്കേട്ട വരുന്ന വൃശ്ചികം രാശിക്കാരാണ്. വൃശ്ചികം രാശിക്കാർക്ക് ഈ ഗജകേസരി യോഗം സിദ്ധിക്കുന്നതിലൂടെ നിങ്ങൾ ആഗ്രഹിക്കുന്നതും സ്വപ്നം കാണുന്നതുമായ എന്ത് കാര്യങ്ങളായിരുന്നാലും അത് നേടിയെടുക്കുവാൻ കഴിയുന്ന തരത്തിലുള്ള ഭാഗ്യസമയമായിരിക്കും വന്നു ചേരുവാൻ പോകുന്നത്. അതായത് ഫലപ്രകാരം നോക്കുമ്പോൾ ഈ അധ്യായം കണ്ടുകൊണ്ടിരിക്കുന്ന വൃശ്ചികം രാശിക്കാരായിട്ടുള്ള വ്യക്തികളിൽ ഭൂരിഭാഗം ആളുകളും ഇതുവരെയുള്ള നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു പോയിട്ടുള്ള ഓരോ വഴികളും അത്രയേറെ കഷ്ടതകളും ഭാഗ്യക്കേടുകളും നിറഞ്ഞതായിരുന്നു. മാത്രമല്ല, ഇപ്പോഴും ഓരോ ദിവസവും നിങ്ങൾ ജീവിതത്തിൽ അനുഭവിച്ചു വരുന്ന കഷ്ടപ്പാടും ദുഃഖങ്ങളും വളരെ അധികമാണ്. ഇതിൽ തന്നെ ഏറ്റവും പ്രധാനമായി ഇപ്പോൾ ഈ അധ്യായം കണ്ടുകൊണ്ടിരിക്കുന്ന ചില വൃശ്ചികം രാശിക്കാർക്ക് സ്വന്തം വീടും വസ്തുവും വരെ കടബാധ്യത കൊണ്ട് നഷ്ടമാവുന്ന തരത്തിലുള്ള അവസ്ഥയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇനി മറ്റു ചിലർക്കാകട്ടെ വളരെ കാലങ്ങൾക്ക് മുൻപ് തന്നെ ഇതെല്ലാം നഷ്ടപ്പെടുകയും ഇപ്പോൾ വാടക വീട്ടിൽ കടവുമായി ജീവിതം തള്ളി നീക്കേണ്ട അവസ്ഥയുമാണ് ഉള്ളത്. ഏറ്റവും പ്രധാനമായി സാമ്പത്തിക പ്രതിസന്ധികൾ തന്നെ നിങ്ങളുടെ ജീവിതത്തെ വല്ലാതെ ഞെരുക്കുന്നു. അതുമാത്രമല്ല, മറ്റ് പല രീതിയിലുമുള്ള പ്രതിസന്ധികളും നിങ്ങൾക്ക് ജീവിതത്തിൽ വേറെയും നേരിടേണ്ടി വരുന്നുണ്ട്. എന്നാൽ ഇത്തരത്തിലുള്ള അവസ്ഥ അനുഭവിച്ചു വന്നിരുന്ന വിശാഖം, അനിഴം, തൃക്കേട്ട നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികൾക്കൊക്കെ ഈ ഗജകേസരി യോഗം സിദ്ധിക്കുന്നതോടെ ജീവിതത്തിൽ ഒരു പുരോഗതി കാണുവാൻ കഴിയും എന്നുള്ളത് ഫലത്തിൽ വ്യക്തമാണ്. പ്രത്യേകിച്ച് ഈ ഒക്ടോബർ 31-ാം തീയതി വെള്ളിയാഴ്ച വൃശ്ചികം രാശിക്കാരിൽ ചില വ്യക്തികൾക്ക് നിങ്ങളുടെ സാമ്പത്തിക മേഖലയുമായി ബന്ധപ്പെട്ട് വളരെ വലിയ രീതിയിലുള്ള മാറ്റങ്ങളായിരിക്കും കാണുവാൻ കഴിയുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനമായി നിങ്ങൾക്ക് ചില പഴയ സുഹൃത്തുക്കളെ കാണുവാൻ കഴിയുകയും അവരെ കാണുന്നത് വഴി നിങ്ങൾക്ക് ചില പ്രധാനപ്പെട്ട കാര്യങ്ങളെപ്പറ്റി തീരുമാനമെടുക്കുവാനും അത് നിങ്ങളുടെ ജീവിതത്തിന് മുതൽക്കൂട്ടാകുന്ന തരത്തിലുള്ള ചില കാര്യങ്ങൾക്ക് തുടക്കം കുറിക്കുവാൻ സഹായകമാവുകയും ചെയ്യും. ഒപ്പം തന്നെ നിരന്തരം ലോട്ടറി എടുക്കുകയും അതിൽ നിന്ന് ഒരു ചെറിയ സമ്മാനത്തുക പോലും ഇതുവരെ ലഭിക്കാത്ത അവസ്ഥ ഉണ്ടാവുകയും ചെയ്തിട്ടുള്ള ഈ രാശിയിൽ പിറന്ന ചില വ്യക്തികൾക്ക് ഈ ഗജകേസരി യോഗം സിദ്ധിക്കുന്ന സമയത്ത്
ലോട്ടറി സൗഭാഗ്യം വരെ ഉണ്ടാകുവാനുള്ള സാധ്യത വളരെയധികമാണ്. അതായത് ചില അപ്രതീക്ഷിത ധനവരവുകളും നിങ്ങളുടെ ജീവിതത്തിൽ സുഖ സൗകര്യങ്ങൾ അധികരിക്കുന്ന തരത്തിലുള്ള അനുഭവങ്ങളുമാണ് ഈ ഒരു സമയത്ത് നിങ്ങളെ കാത്തിരിക്കുന്നത്. എന്നാൽ ഈ സൗഭാഗ്യത്തിലേക്ക് നിങ്ങളെ നയിക്കുന്നത് ഏത് വിധത്തിലുള്ള ഭാഗ്യങ്ങളുമാകാം. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ, ഈ ഒരു സമയത്ത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്ന ഒരു വ്യക്തിയോ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന എന്തെങ്കിലും പ്രവൃത്തികളോ അതുമല്ലെങ്കിൽ ജീവിതത്തിൽ ഇതിനു മുൻപ് നിങ്ങൾ നടത്തിയിരുന്ന ശ്രമങ്ങളോ ആകാം നിങ്ങൾക്ക് ഭാഗ്യമായി വരുന്നത്. എന്തു തന്നെയായിരുന്നാലും ഇപ്പോൾ നിങ്ങൾ അനുഭവിച്ചു വരുന്ന മാനസിക സംഘർഷം നിറഞ്ഞ അനുഭവങ്ങളിൽ നിന്നും സാമ്പത്തികമായ പ്രശ്നങ്ങളിൽ നിന്നുമെല്ലാം തന്നെ ഒരു പരിഹാരം വൃശ്ചികം രാശിക്കാർക്ക് ഈ ഒരു സമയത്ത് ഉണ്ടാകും. ഇനി ഈ ഗജകേസരി യോഗം സിദ്ധിക്കുന്ന സമയത്ത് വൃശ്ചികം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് ഏറ്റവും പ്രധാനമായി ആരോഗ്യ കാര്യങ്ങളിലും വളരെ വലിയ ഒരു മാറ്റം കാണുവാൻ കഴിയും. അതായത് ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ടും നിരന്തരം രോഗങ്ങൾ വന്നു ചേരുന്നത് കൊണ്ടും അത്രയധികം കഷ്ടപ്പാടുകൾ അനുഭവിച്ചിരുന്ന ചില വ്യക്തികൾക്കൊക്കെ ഈ ഒരു സമയത്ത് ഏറ്റവും മികച്ച ഒരു ആരോഗ്യസ്ഥിതി കൈവരിക്കുവാനും ഇനി മുന്നോട്ടുള്ള സമയങ്ങളിലും അതേ ആരോഗ്യസ്ഥിതിയോടെ മുന്നോട്ട് പോകുവാനുള്ള യോഗവും ഉണ്ടാവും. ഇത് പ്രായഭേദമില്ലാതെ എല്ലാ വൃശ്ചികം രാശിക്കാർക്കും ബാധകമാണ്. ഇനി ഈ ഗജകേസരി യോഗത്താൽ വൃശ്ചികം രാശിക്കാർക്ക് കർമ്മമേഖലയിലും വളരെ ഗുണകരമായ ചില കാര്യങ്ങളായിരിക്കും ഈ ഒക്ടോബർ 31 തീയതി വെള്ളിയാഴ്ചയോടെ സംഭവിക്കുവാൻ പോകുന്നത്. നിങ്ങൾ ഏത് തൊഴിൽ മേഖലയിൽ പ്രവർത്തിക്കുന്നവരാണെങ്കിലും ഏത് നാട്ടിൽ ജോലി ചെയ്യുന്നവരാണെങ്കിലും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ വളരെയധികം ആഗ്രഹിച്ചതും നിങ്ങൾ സ്വപ്നം കണ്ടതുമായ ചില നേട്ടങ്ങൾ ഈ ഗജകേസരി യോഗം സിദ്ധിക്കുന്നതോടെ നിങ്ങൾക്ക് ഉണ്ടാകുവാൻ പോവുകയാണ്. അതോടൊപ്പം തന്നെ ചില വൃശ്ചികം രാശിക്കാരെ തേടി എന്തൊക്കെയോ പുതിയ അവസരങ്ങൾ വന്നെത്തുകയും അതുവഴി നിങ്ങളുടെ ജീവിതം തന്നെ ഒരു വിജയത്തിലേക്ക് എത്തുകയും ചെയ്യും. മാത്രമല്ല ഈ ഗജകേസരി യോഗം നിങ്ങളിലേക്ക് സിദ്ധിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ നേട്ടങ്ങളോടെല്ലാം ഒപ്പം തന്നെ വളരെയധികം സന്തോഷവും മനസമാധാനവും അനുഭവിക്കുവാൻ കഴിയുകയും ജീവിതത്തിൽ തന്നെ വലിയ അളവിലുള്ള പോസിറ്റിവിറ്റി അനുഭവത്തിൽ വരികയും ചെയ്യും. ഇനി രണ്ടാമതായി ഈ ഒക്ടോബർ 31 തീയതി വെള്ളിയാഴ്ച ഗജകേസരി യോഗം സിദ്ധിക്കുന്നതോടെ ജീവിതം തന്നെ ഒരു ഉയർച്ചയിലേക്ക് എത്തുന്ന തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടാകുവാൻ പോകുന്ന രാശിക്കാരായി വരുന്നത് ഉത്രം, അത്തം, ചിത്തിര വരുന്ന കന്നിരാശിക്കാരാണ്. കന്നിരാശിക്കാരായിട്ടുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഈ ഗജകേസരി യോഗം നിങ്ങൾക്ക് ധനഭാവത്തിലാണ് നിൽക്കുന്നത്. അതായത് ഇപ്പോൾ വളരെയധികം കടബാധ്യതകൾ കൊണ്ടും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കൊണ്ടും ജീവിതത്തിൽ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന കന്നിരാശിയിൽ പിറന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിലും ഈ ഗജകേസരി യോഗം സിദ്ധിക്കുന്നതിലൂടെ നിങ്ങൾക്ക് ജീവിതത്തിൽ വരുവാൻ പോകുന്നത് നിങ്ങൾ മനസ്സിൽ പോലും സ്വപ്നം കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള നേട്ടങ്ങളായിരിക്കും. ഇതിൽ പ്രത്യേകിച്ച് ഈ ഒക്ടോബർ 31 തീയതി വെള്ളിയാഴ്ച കന്നിരാശിയിൽ പിറന്ന വ്യക്തികൾക്ക് നിങ്ങളുടെ കർമ്മമേഖലയുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയോ തരത്തിലുള്ള ചുമതലകൾ ഏറ്റെടുക്കേണ്ടി വരികയും ഒപ്പം തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്ന ചുമതല ഏറ്റവും ഭംഗിയായും ഉത്തരവാദിത്ത ബോധത്തോടും കൂടി പൂർത്തീകരിക്കുവാനും നിങ്ങളെക്കൊണ്ട് ഈ ഒരു സമയത്ത് കഴിയും. മാത്രമല്ല ഈ ഒരു സമയത്ത് നിങ്ങൾ ഏറ്റെടുക്കുന്ന ഉത്തരവാദിത്തങ്ങൾ നിങ്ങളുടെ കർമ്മമേഖലയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് വീണ്ടും പല വിധത്തിലുള്ള ഉയർച്ചകളും സമ്മാനിക്കുന്നവയായിരിക്കും. ഇനി അതുപോലെ തന്നെ ഈ ഒക്ടോബർ മാസം തുടക്കം കുറിക്കുമ്പോൾ എന്തൊക്കെയോ പ്രധാനപ്പെട്ട കാര്യങ്ങളെപ്പറ്റി മനസ്സിൽ അത്രയധികം ആഗ്രഹത്തോടെയും ശുഭപ്രതീക്ഷയോടെയും ഇരിക്കുകയും എന്നാൽ ഈ ഒക്ടോബർ അവസാനിക്കാറാകുമ്പോൾ ആ ഒരു കാര്യത്തിന് തടസ്സങ്ങളല്ലാതെ മറ്റൊരു രീതിയിലുള്ള ശുഭകരമായ മാറ്റവും കാണുവാൻ കഴിയാത്ത അവസ്ഥയിലൂടെയും കടന്നു പോകുന്ന ഏതൊക്കെയോ കന്നിരാശിക്കാർ ഇപ്പോൾ ഈ അധ്യായം കാണുന്നുണ്ട്. അത്തരത്തിൽ നിങ്ങൾ വളരെയധികം ആഗ്രഹിച്ചിട്ട് പോലും പൂർത്തീകരണം കാണാതിരുന്ന കാര്യങ്ങൾ എന്തു തന്നെയായാലും ഈ ഒരു സമയത്ത് നിങ്ങൾ വീണ്ടും അതിനുവേണ്ടി പരിശ്രമിക്കുകയാണെങ്കിൽ ആ കാര്യങ്ങൾ നേടിയെടുക്കുവാനുള്ള യോഗം
നിങ്ങളിൽ വളരെയധികമാണ് നിലനിൽക്കുന്നത്. അതിനാൽ ഈ ഒക്ടോബർ 31 വെള്ളിയാഴ്ച എന്നത് കന്നിരാശിയിൽ പിറന്ന വ്യക്തികൾക്ക് നിങ്ങൾ പരിശ്രമിച്ചാലും വിജയം കാണുവാൻ കഴിയുമോ എന്ന് മനസ്സിൽ ഭയമുണ്ടായിരുന്ന എന്ത് കാര്യമായിരുന്നാലും അത് ധൈര്യമായി ചെയ്യുവാൻ ഏറ്റവും ഉത്തമമായ സമയമാണ്. ഇനി അടുത്തതായി കന്നിരാശിയിൽ പിറന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് വളരെയധികം മാറ്റങ്ങൾ ഗജകേസരി യോഗം സിദ്ധിക്കുന്നതിലൂടെ കാണുവാൻ കഴിയുന്നത് നിങ്ങളുടെ കുടുംബ ബന്ധങ്ങളിലായിരിക്കും. പ്രത്യേകിച്ച് ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലും സഹോദരങ്ങൾക്കിടയിലുമൊക്കെ നിലനിന്നിരുന്ന പ്രശ്നങ്ങളും കുടുംബത്തിലുള്ള വ്യക്തികൾ തമ്മിൽ പരസ്പര സ്നേഹമില്ലാതെ എപ്പോഴും കലഹങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന അവസ്ഥകളും അനുഭവിച്ചു വന്നിരുന്ന കന്നിരാശിക്കാർ ഇതിൽ നിരവധിയാണ്. അതായത് ഒരു കാര്യകാരണങ്ങളുമില്ലാതെ എപ്പോഴും കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉടലെടുത്തുകൊണ്ടേയിരിക്കുന്നു. ഇത് നിങ്ങളുടെ ജീവിതത്തോടുള്ള താല്പര്യം തന്നെ ഇല്ലാതാക്കുന്നു എന്നത് മാത്രമല്ല, നിങ്ങളുടെ മനസ്സമാധാനത്തെ തല്ലിക്കെടുത്തുന്ന ഒരു കാര്യം കൂടിയാണ്. എന്നാൽ ഈ ഒക്ടോബർ 31 വെള്ളിയാഴ്ച ഇത്തരത്തിൽ നിലനിന്നിരുന്ന ചില കുടുംബ പ്രശ്നങ്ങളെപ്പറ്റി കുടുംബത്തിലുള്ളവർ ചേർന്ന് സംസാരിക്കുവാനും ആ പ്രശ്നത്തിന് ഒരു പരിഹാരം കാണുവാനും ഭാഗ്യമുണ്ടാകും. ഇത് നിങ്ങളുടെ കുടുംബത്തിൻ്റെ സന്തോഷം തന്നെ അധികരിപ്പിക്കുകയും നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തെ കൂടുതൽ സന്തോഷകരമാക്കുകയും ചെയ്യും. ഇനി ആരോഗ്യകാര്യങ്ങളിലാണെങ്കിലും കന്നിരാശിക്കാർക്ക് ഈ ഗജകേസരി യോഗം സിദ്ധിക്കുന്ന സമയത്ത് ഏറ്റവും പോസിറ്റീവായ അനുഭവങ്ങൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഇനി ഇതിൽ സ്വന്തമായി വസ്തു, വീട്, വാഹനം എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സ്വന്തമാക്കുവാൻ ആഗ്രഹമുണ്ടായിരുന്നിട്ടും അത് വാങ്ങുവാൻ ഒരു വഴികളുമില്ലാത്ത തരത്തിലുള്ള അവസ്ഥ നിലനിന്നിരുന്നുവെങ്കിൽ ഈ ഗജകേസരി യോഗം നിങ്ങൾക്ക് സിദ്ധിക്കുന്നതോടെ നിങ്ങൾ ചവിട്ടി നിൽക്കുന്ന മണ്ണ് പോലും നിങ്ങൾ മനസ്സിൽ ഒന്ന് ആഗ്രഹിച്ചാൽ സ്വന്തമാക്കുവാൻ കഴിയുന്ന തരത്തിലുള്ള യോഗമാണ് ഉണ്ടാകുവാൻ പോകുന്നത്. അപ്പോൾ ഇത്രയധികം ഭാഗ്യം നിങ്ങളിലേക്ക് വരുന്ന ഈ ഒരു സമയത്ത് നിങ്ങൾ മനസ്സിൽ പൂർണ്ണമായി വിശ്വസിക്കുകയും ഈശ്വരനിൽ വിശ്വാസം അർപ്പിക്കുകയും ചെയ്താൽ തീർച്ചയായും അതിനനുസരിച്ചുള്ള ഉയർച്ചകൾ നിങ്ങളുടെ ജീവിതത്തിൽ കാണുവാൻ കഴിയുക തന്നെ ചെയ്യും. ഇനി മൂന്നാമതായി ഈ ഒക്ടോബർ 31 വെള്ളിയാഴ്ച ഗജകേസരി യോഗം കൈവരുന്നതോടെ വളരെ നാളുകളായി നിങ്ങൾ കാത്തിരുന്ന തരത്തിലുള്ള ഒരു ജീവിത പുരോഗതിയും ഭാഗ്യവും ജീവിതത്തിൽ തിരിച്ചറിയുവാനുള്ള യോഗം കൈവന്നിരിക്കുന്ന രാശിക്കാരായി വരുന്നത് അവിട്ടം, ചതയം, പൂരുരുട്ടാതി വരുന്ന കുംഭം രാശിക്കാരാണ്. കുംഭം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് ഇപ്പോഴുള്ള ജീവിത സാഹചര്യങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ ജീവിതത്തിൽ പറയത്തക്ക സന്തോഷങ്ങളോ നേട്ടങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്നത് മാത്രമല്ല, ദുഃഖിക്കുവാനുള്ള കാരണങ്ങളും ദുരിതം നിറഞ്ഞ കാര്യങ്ങളും ജീവിതത്തിൽ നിരവധിയാണ്. അതായത് എന്തൊരു കാര്യം ചെയ്യുവാൻ തുടങ്ങിയാലും അതിലെല്ലാം ഒരു തടസ്സം അനുഭവപ്പെടുകയും തുടങ്ങി വയ്ക്കുന്ന കാര്യങ്ങളിൽ എല്ലാം ഒരു പരാജയം കാണേണ്ടി വരുന്ന തരത്തിലുള്ള അവസ്ഥയുമാണ് പല വ്യക്തികളും നേരിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈ ഗജകേസരി യോഗം നിങ്ങൾക്ക് മഹാഭാഗ്യമായി വരുന്ന ഈ സമയത്ത് നിങ്ങളുടെ ജീവിതത്തിലെ ഇപ്പോൾ നിലനിൽക്കുന്ന നെഗറ്റീവായിട്ടുള്ള എല്ലാ കാര്യങ്ങളും തന്നെ വളരെ പോസിറ്റീവായ രീതിയിലേക്ക് മാറുകയും ഒരു സമ്പൽ സമൃദ്ധിയും ജീവിത പുരോഗതിയും നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും ഉണ്ടാവുകയും ചെയ്യും. ഏറ്റവും പ്രധാനമായി ഈ ഒക്ടോബർ 31 വെള്ളിയാഴ്ച കുംഭം രാശിയിൽ പിറന്ന വ്യക്തികൾക്ക് നിങ്ങൾ ചെയ്യുന്ന കർമ്മമേഖല ഏതായിരുന്നാലും ആ മേഖലയിൽ നിന്ന് നിങ്ങൾ പ്രതീക്ഷിച്ചതിലും വലിയ രീതിയിലുള്ള ഒരു വരുമാനം ഉണ്ടാവുകയും ഒപ്പം തന്നെ ചില പുതിയ കാര്യങ്ങൾക്ക് തുടക്കം കുറിക്കുവാനുള്ള യോഗം കൈവരികയും ചെയ്യും. ഇനി ഇതിൽ എടുത്തു പറയേണ്ടത് കുംഭം രാശിക്കാരായിട്ടുള്ള ചില മാതാപിതാക്കളെ പറ്റിയാണ്. അതായത് നിങ്ങൾക്ക് പ്രായം അധികരിക്കും തോറും നിങ്ങളുടെ മക്കളുടെ ഭാഗത്തു നിന്ന് നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വരുന്നത് വളരെ മാനസിക ബുദ്ധിമുട്ടുളവാക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ്. അതായത് മക്കളും വേണ്ടപ്പെട്ടവരുമെല്ലാം തന്നെ ഒറ്റപ്പെടുത്തുകയും പരിഹസിക്കുകയും ചെയ്യുന്ന തരത്തിലുള്ള അവസ്ഥ അനുഭവിക്കുന്ന ഏതൊക്കെയോ കുംഭം രാശിയിൽപ്പെട്ട വ്യക്തികൾ ഇപ്പോൾ ഈ അധ്യായം കാണുന്നുണ്ട്. എന്നാൽ ജീവിതത്തിൽ ഇനിയുള്ള കാലം സമാധാനത്തോടെയും
മക്കളുടെ സ്നേഹം അനുഭവിച്ച് മുന്നോട്ട് പോകണമെന്ന് നിങ്ങൾ അത്രയധികം ആഗ്രഹിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള കുംഭം രാശിയിൽ പിറന്ന മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ മക്കൾ നിങ്ങളുടെ സ്നേഹത്തെ തിരിച്ചറിയുകയും നിങ്ങൾ ആഗ്രഹിച്ച തരത്തിലുള്ള ഒരു സന്തോഷവും സമാധാനവും നിറഞ്ഞ ജീവിതം നിങ്ങൾക്ക് നേടിയെടുക്കുവാനുള്ള ഭാഗ്യം ഈ ഗജകേസരി യോഗത്താൽ കൈവരുകയും ചെയ്യും. ഇനി സാമ്പത്തിക ഇടപാടുകളിലായാലും ഈ ഒരു സമയത്ത് കുംഭം രാശിക്കാർക്ക് ഒരു വിധത്തിലുള്ള നഷ്ടങ്ങളും ഉണ്ടാകുവാൻ സാധ്യത കാണുന്നില്ല. പ്രത്യേകിച്ച് എന്തെങ്കിലും തരത്തിലുള്ള നിക്ഷേപങ്ങൾക്ക് ഈ ഒരു സമയത്ത് നിങ്ങൾ തുടക്കം കുറിക്കുകയാണെങ്കിൽ അത് ഭാവിയിൽ നിങ്ങൾക്ക് വലിയ രീതിയിലുള്ള ഒരു സാമ്പത്തിക നേട്ടത്തിന് കാരണമാകുമെന്നുള്ളതിൽ സംശയമേ വേണ്ട. ഒപ്പം തന്നെ ബിസിനസ് കാര്യങ്ങളിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്ന കുംഭം രാശിക്കാർക്കും കൃഷി മേഖലകളുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്ന കുംഭം രാശിക്കാർക്കുമെല്ലാം തന്നെ ഈ ഒരു സമയത്ത് ലാഭം വളരെയധികമായിരിക്കും കൈകളിലേക്ക് എത്തുക. ഇനി അതുപോലെ തന്നെ ചെറിയ കുട്ടികളുള്ള ചില കുംഭം രാശിയിൽ പിറന്ന മാതാപിതാക്കൾക്ക് സ്വന്തം മക്കളുടെ ചില ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കുവാനുള്ള സാമ്പത്തിക വഴി പോലുമില്ലാത്തതിനാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വളരെയധികം മാനസിക വിഷമത്തിലൂടെ നിങ്ങൾ കടന്നു പോകുന്നുണ്ട്. അതായത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ ഒരു അവസ്ഥ നിങ്ങൾക്ക് വളരെയധികം ദുഃഖമാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ അത്തരത്തിലുള്ള ഒരു ദയനീയമായ സാഹചര്യത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന കുംഭം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് ഈ ഒരു സമയത്ത് നിങ്ങളുടെ മക്കളുടെ ആവശ്യങ്ങൾ ഒരു കുറവുമില്ലാതെ നിറവേറ്റുവാനുള്ള സാമ്പത്തിക വഴി മുന്നിൽ തെളിഞ്ഞു വരും. മാത്രമല്ല ഈ ഒരു സമയത്ത് കുംഭം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് നിങ്ങൾ കടമായി കൊടുത്തിട്ടുള്ള വിലപിടിപ്പുള്ള ചില വസ്തുക്കളും തുകകളുമൊക്കെ തിരികെ ലഭിക്കുകയും ഇത് നിങ്ങൾക്ക് വളരെയധികം ഗുണകരമാവുകയും ചെയ്യും. മാത്രമല്ല പണയം വെച്ച സ്വർണമൊക്കെ തിരിച്ചെടുക്കുവാൻ ഒരു വഴിയുമില്ലാതെ വളരെ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്ന ചില കുംഭം രാശിക്കാർക്കും ഈ ഗജകേസരി യോഗം നൽകുവാൻ പോകുന്നത് ഭാഗ്യസമയമാണ്. നിങ്ങൾക്ക് പോലും അതിശയം തോന്നത്തക്ക രീതിയിലായിരിക്കും ഈ ഒരു സമയത്ത് ആ സ്വർണം തിരികെ പിടിക്കുവാനുള്ള യോഗം നിങ്ങൾക്കുണ്ടാകുന്നത്. ഒപ്പം തന്നെ വസ്തു കച്ചവടം, വസ്തു വാങ്ങൽ എന്നിങ്ങനെയുള്ള കാര്യങ്ങൾക്കും കുംഭം രാശിക്കാർക്ക് ഏറ്റവും ശുഭകരമായ സമയമാണ് ഇത്. അപ്പോൾ എന്തുകൊണ്ടും ഇന്നത്തെ അധ്യായത്തിൽ പറഞ്ഞിട്ടുള്ള 9 നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികൾക്കും ഈ ഒക്ടോബർ 31 തീയതി വെള്ളിയാഴ്ച ഗജകേസരി യോഗത്താൽ വന്നു ചേരുവാൻ പോകുന്നത് നിരവധി നേട്ടങ്ങളും ജീവിത പുരോഗതിയിലേക്ക് നയിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളുമായിരിക്കും. ഈശ്വരൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരുകൾ സഹിതം ഒന്ന് എഴുതി അറിയിക്കുക. നാം നമ്മുടെ പ്രാർത്ഥനകളിലും പ്രത്യേക പൂജകളിലും നിങ്ങളുടെ പേരുകൾ സഹിതം ഉൾപ്പെടുത്തുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.